ശശികുമാർ ഇപ്പോൾ വിമതരായി നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന മുന്നറിയിപ്പ് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ നൽകുന്നത്? അവർ 19 പേരോളം വരും. അങ്ങനെ വന്നാൽ നഗരസഭയുടെ ഭരണം തന്നെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? കേൾക്കുന്നില്ല. ഹലോ, ക്ലിയർ ആകുന്നില്ല. ക്ലിയറായി ചോദ്യം കേട്ടില്ല. കേൾക്കാമോ? ഇപ്പോ കേൾക്കാമോ? കേൾക്കാം. നഗരസഭയുടെ ഭരണം നഷ്ടമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിമതരുടെ പോക്ക്. അവരുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൗൺസിലർമാർ രാജിവെച്ചാൽ UDF-ലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഭരണം UDF-നാണ്. അപ്പോൾ പോകുന്നവർ പോകട്ടെ എന്ന് ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? പോകുന്നവർ പോകട്ടെ, നഗരസഭാ ഭരണവും പോകട്ടെ എന്നാണോ? ഇവിടെ ഓരോ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പല ആളുകൾക്കും അതൃപ്തി ഉണ്ടാകുന്നു. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതൃപ്തരായ ആളുകളെ വിളിച്ചു ചേർത്ത് അവരുടെ പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ഓരോ സംഘടനാ തെരഞ്ഞെടുപ്പുകളും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ നടത്തുന്നത്. പക്ഷേ BJP ഒരു കേഡർ സംവിധാനത്തിലാണ് പോകുന്നതെങ്കിലും 3 വർഷം കൂടുമ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് പ്രവർത്തകർക്ക് ഒരു വിരോധവുമില്ല, മറിച്ച് നേതാക്കന്മാർക്കുമല്ല വിരോധം. ഇതിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ ഇന്ന് BJP എത്തി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലെ തന്നെ സമുന്നതനായൊരു നേതാവ്, ജനസംഘം മുതൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച N. ശിവരാജൻ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നൊരു വിമത യോഗം ചേരണമെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വേദന അത്രത്തോളം വലുതാണ്. ശിവരാജൻ ഇടയ്ക്കിടയ്ക്ക് വിമത ശബ്ദം ഉയർത്താറുണ്ട്. പക്ഷേ ഈ കൃഷ്ണദാസ് അങ്ങനെയല്ല. ഈ കൃഷ്ണദാസിൽ നിന്നും ആദ്യമാണ് അങ്ങനെയൊന്നും കേൾക്കുന്നത്. ഈ കൃഷ്ണദാസ് ഒരു വിമത സ്വരം എല്ലാത്തിലും വേണം. നമ്മൾ ഒരു വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല എന്ന് പറയുന്നതല്ല ശരി. കാരണം നേരായ രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് വിമർശനങ്ങൾ കൊണ്ടും വിമത സ്വരം കൊണ്ടും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ ചെയ്യുന്നത്. നശിപ്പിക്കുന്നതല്ലാതെ പാർട്ടി നശിച്ചു BJP-യിൽ ജനാധിപത്യം തകരുന്നു എന്നതിൻ്റെ തെളിവല്ലേ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് കാണുന്നത്. BJP-ക്ക് വോട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ BJP തോൽക്കുന്നു. എന്തുകൊണ്ടാണ് അതൊന്ന് പരിശോധിക്കണ്ടേ? ഈ പരിശോധന നമ്മൾ ആരോട് പറയുമെന്ന് സാധാ പ്രവർത്തകർക്ക് വളരെയേറെ വിഷമം തോന്നുകയാണ്. ആരോട് പറയാൻ? അതാണ് അവരുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്തെ വിഷയം തന്നെ അതാണ്. 2 ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്തെ വിഷയത്തിൽ ഒറ്റപ്പാലത്തെ ഒരു ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നു. ആ ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് വ്യാപകമായ പരാതി നേതാക്കന്മാരല്ല, ഇവിടെ മറുവിഭാഗം വിമതരായിട്ടുള്ള നേതാക്കന്മാരല്ല പറഞ്ഞത്, പാർട്ടി പ്രവർത്തകരാണ് പറയുന്നത്. ആരാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്? ആരാണ് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ പരാതി പറയാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാനും പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നേതൃത്വം ഇല്ലായ്മ എന്നുള്ളത് തന്നെയാണ് ഓരോ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടാകുന്ന വിഷമം. കാരണം നേതാക്കന്മാർക്ക് അവരവരുടെ സ്ഥാനങ്ങൾ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് അതിനെ എത്രയോ വലുതാണ് പാർട്ടി. ഒരുപാട് പേരുടെ ജീവനും അവരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട പ്രവർത്തകർ, സംഘപ്രവർത്തകർ. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് ജില്ലയിൽ തന്നെ ശ്രീനിവാസേട്ടൻ്റെ ബലിദാനം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? അദ്ദേഹം ഏത് സംഘടനയിലാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചത് കൊണ്ട് ജിഹാദികൾ കൊന്നതാണ്. ആ ജിഹാദിയെ അതേപോലെയുള്ള ജിഹാദികളുടെ കൂടെ നടക്കുന്ന ഒരാളെ വേണ്ട എന്നാണ് ഒറ്റപ്പാലത്തെ പാർട്ടി പ്രവർത്തകർ കുറേ ദിവസങ്ങളായി സംഘടനയുടെ നേതൃത്വത്തിലെ ആളുകളെ വിവരം പറയുന്നത്. ആര് ചെവി കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ ഈ ഒറ്റപ്പാലത്തെ വിഷയം എന്ന് പറയുന്നതും പാലക്കാട് വിഷയം എന്ന് പറയുന്നതും രണ്ടും 2 തരത്തിലാണ്. പാലക്കാട് എത്രയോ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്, അല്ലാതെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമാരെയും സ്റ്റേറ്റ് പ്രസിഡന്റുമാരെയും അല്ല പ്രഖ്യാപിക്കുന്നത്. കാലങ്ങളായി BJP-ക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് ജനസംഘം മുതൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം NDF-മായി ബന്ധമുണ്ട്, SDPI-യുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന നേതാവാണോ ഇപ്പോൾ? SDPI-യുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന നേതാവിനെയാണോ ഒറ്റപ്പാലത്ത് തിരഞ്ഞെടുത്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ഈ ഗ്രൂപ്പുകളിൽ നിന്നും പെടാത്തവരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതെന്നാണോ പുറത്തേക്ക് വരുന്ന വിവരം?
മാത്രമല്ല RSS നിർദ്ദേശിക്കുന്ന പേരാണെന്ന് പറയുന്നു. അപ്പോൾ ശ്രീനിവാസൻ ആരും വധക്കേസിലെ അങ്ങനെ- പ്രതികളുമായി അങ്ങനെയൊന്നുമല്ല. ഞാൻ ബന്ധമുള്ള മനസ്സിലാക്കി- ആരെങ്കിലും അങ്ങനെയൊന്നുമല്ല. RSS നിർദ്ദേശിക്കുമോ? RSS നിർദ്ദേശിച്ചു എന്നുള്ളത് ചാനലുകാർക്കും പത്രമാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അല്ല, ഇപ്പൊ എവിടുന്നാണ് ആരെങ്കിലും ഒന്ന് നിർദ്ദേശിക്കട്ടെ? ഇതിൽ അല്ല, ശ്രീ ശശികുമാർ, ഇപ്പോൾ പാലക്കാട് ചിത്രം നോക്കുകയാണെങ്കിൽ പാലക്കാട് ഓമനക്കുട്ടനാണല്ലോ കെ സുരേന്ദ്രൻ വിഭാഗത്തിലുള്ളത്, കൃഷ്ണദാസ് പക്ഷത്ത് നിന്ന് സ്മിതേഷുമാണ്. അപ്പോൾ പിന്നെ ഈ രണ്ടിലും പെടാത്ത ഒരാളാണ് അവിടെ പ്രസിഡന്റായി ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഈ പേര്? ഇത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമേ പ്രശാന്ത് ശിവന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. അതിൽ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. പിന്നെ ഓമനക്കുട്ടനിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ പ്രശാന്ത് ശിവന്റെ പേര് ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ആദ്യം പ്രശാന്ത് ശിവൻ തന്നെ പറയുന്നത്, അതായത് സംസ്ഥാന നേതാവിന് ആരാണോ ഏറ്റവും അടുപ്പക്കാരുള്ളത് വെച്ചാൽ ആ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ കീ പോസ്റ്റിൽ ഇരുത്തുക, അതിലൂടെ പാർട്ടി തൻ്റെ കൈവശം വെക്കുക എന്ന് പറയുന്നതാണ്. ആ രീതിയിലേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് BJPക്കൊന്നും ഒരിക്കലും ബലവത്താകുന്ന രീതിയിലേക്കുള്ള പോക്കല്ല പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP വളരാൻ സാഹചര്യമുള്ള പാലക്കാട് ജില്ലയിൽ എന്നാണ് ശശികുമാർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വിമതർ സ്വരമുയർത്തിയിരിക്കുന്ന ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ? സംസ്ഥാന നേതൃത്വത്തിന് റോൾ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ എന്താണ് റോള് എന്ന് പറയാമോ? അവർക്ക് താല്പര്യമുള്ളവരെ കൃത്യമായി തിരഞ്ഞെടുത്തിട്ടില്ല. 12 കൊല്ലമായിട്ട് ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സംഘടനാ നേതൃത്വം എന്ന് പറയുന്നത് 12 വർഷമായിട്ട് ഈ കൈകളിലാണ്, ഈ ഒരു വിഭാഗത്തിൻ്റെ കൈകളിലാണ്. അവർ നിർദ്ദേശിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാർ, അവർ നിർദ്ദേശിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, അവർ നിശ്ചയിച്ചിരിക്കുന്ന ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാർ, അങ്ങനെ സംഘടനാ സംവിധാനത്തിലെ കീ പോസ്റ്റുകളിലെല്ലാം വോട്ടിംഗ് പവറുള്ള ജില്ലാ മുതലുള്ള എല്ലാ താഴെ തട്ടിലുള്ള നേതാക്കന്മാരും എല്ലാം ഇവർ നിശ്ചയിച്ച ആളുകളാണ്. അപ്പോൾ ഇവർ പറയുന്ന വോട്ടിംഗ് പാറ്റേണിലേക്കാണ് വോട്ടിംഗ് എല്ലാം നടക്കുന്നത്. അഭിപ്രായ സമന്വയ സർവേയാണ് നടക്കുന്നത് അവിടെ. ആ അഭിപ്രായ സർവേ സമന്വയം അതിൽ ഭരണാധികാരി കൊണ്ടുപോകുന്നു. ആ 2-3 പേര് കൊണ്ടുപോകുന്നു. സംസ്ഥാന കോർ കമ്മിറ്റിയിൽ അത് വെക്കുന്നു. സംസ്ഥാന കോർ കമ്മിറ്റി അത് കൃത്യമായ രീതിയിൽ 2 ആളുടെ പേരാക്കി ചുരുക്കിക്കൊണ്ട് ഡൽഹിയിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ ഇരുന്ന് പോയാലും ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിലല്ലേ ഇത് കിട്ടുക? അയാൾ മുഖാന്തരം തന്നെയല്ലേ ഇത് പോകുന്നത്. അപ്പം പിന്നെ അവർക്കതിന് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ ഇവിടെ ഉള്ളപ്പോൾ ശശികുമാർ, കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ കുറച്ചു കാലം ഈ ഭരണത്തിലുള്ള സമയത്ത് നഗരസഭയുടെ ഭരണം അങ്ങ് പോകട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമോ? അങ്ങനെയെങ്കിൽ അതുകൊണ്ട് എന്താണ് നേട്ടം? പാർട്ടി അവരുടെ കയ്യിൽ വീണ്ടും ഒരു 3 വർഷത്തേക്ക് നടക്കുകയല്ലേ. കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞാലും വീണ്ടും ഒരു 3 വർഷത്തേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രീതിയിൽ എല്ലാവരും ചാനൽ ചർച്ചകളിൽ പറയുന്ന ഒരു വാക്കുണ്ട്. കേരളത്തിൽ ഇന്ന് BJP എന്നതിനപ്പുറത്തേക്ക് KJP എന്നുള്ള ഒരു ലേബിളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്ന സമയത്ത് അവനവൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് ഓരോ പോസ്റ്റ് ഒട്ടിക്കാനും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നത്. എല്ലാ പ്രവർത്തകരും ഒരുമയോടുകൂടി ചെയ്തിരുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല സംഘടനാ സംവിധാനം. ഇന്ന് കൃത്യമായ രീതിയിൽ അവർക്ക് പണം കൊണ്ടുവരുന്നു, പോസ്റ്ററുകൾ കൊണ്ടുവരുന്നു, ഫ്ലെക്സുകൾ കൊണ്ടുവരുന്നു. ഇതൊന്നും എടുത്ത് വെക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.